ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മലയാളം ഇൻഡസ്ട്രിയുടെ അതിഗംഭീര മച്ചവേറ്റഡ് താരങ്ങളുടെ കൂട്ടക്കെട്ട് സിനിമ പാട്രിയോട്ട്. അതെ, ഈ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പും ആകാംക്ഷയോടെ ആയിരുന്നു എല്ലാ മലയാളികളും കാത്തിരുന്നത്. കാരണം മമ്മൂക്കയും ലാലേട്ടനും വീണ്ടും ഒന്നിക്കുന്ന സിനിമയായി ആണിത്. കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്ന താരങ്ങളും ഈ സിനിമയിലുണ്ട്. ചെന്നൈയിൽ 9 മണിക്കായിരുന്നു ഫസ്റ്റ് ഷോ. എല്ലാം 9 മണിയുടെ ഷോസ് ഹൗസ്ഫുൾ ആയിരുന്നു. അത്രയ്ക്കും ക്രേസ് ആയിരുന്നു ഈ സിനിമയുടെ. പ്രീ ബുക്കിംഗ് മാസ് ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സ്പൈ ത്രില്ലർ ആക്ഷൻ മൂവി പാട്രിയോട്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പാട്രിയോട്ടിക് മൂവി വരുന്നത്. അതിൻ്റെ പേരുമാവട്ടെ ദ പാട്രിയോട്ട്. അതിൻ്റെ വലിയൊരു ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക്. എല്ലാവരും വിചാരിച്ചത് ഇതൊരു നെക്സ്റ്റ് ലെവൽ എക്സ്പെരിമെൻ്റ് ആയിരിക്കും മലയാള സിനിമ. പക്ഷേ മഹേഷ് നാരായണൻ ഈ പ്രാവശ്യം സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അവർ ടോട്ടലി ഔട്ട് ഓഫ് ദ കൺട്രോൾ ആയിരുന്നു ഈ സിനിമ. വളരെ വീക്ക് ഡയറക്ഷൻ, സ്ക്രീൻ ഫൈറ്റിംഗ്, സ്കെയിൽ ഡിസൈനിങ്, ടെക്നിക്കലി എല്ലാം കൊണ്ട് കൊളമാക്കിയിരിക്കുകയാണ് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ വലിയൊരു വിഷനും സ്കെയിലായിരിക്കും ഡയറക്ടർ ഈ സിനിമ നിർമ്മിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ട പോലെ ആയിരുന്നു. പ്രൊഡക്റ്റ് വളരെ ലാഗിങ്, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, ഫൈറ്റ് സീൻസ്, മമ്മൂക്ക ആവട്ടെ ലാലേട്ടനാവട്ടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ്. മഹേഷ് നാരായണന്റെ 2021 മാലിക്കിന്റെ ശേഷമാണ് ഈ പടം വന്നത്. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പടം ആളും നശിപ്പിച്ചു. ടെക്നിക്കലെങ്കിൽ ഈ പടം ഒരു അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. ടെക്നിക്കലിയും പോരാ, അതും ഒരു പക്ക ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പടത്തിലെ ആക്ഷനും പോരാ. മമ്മൂട്ടിയും മോഹൻലാലും ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പടത്തിലത്തെ ആക്ഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പടം കാണുമ്പോൾ തീരെ പോരാ ആക്ഷൻസ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആക്ഷനിൽ വല്ല എക്സ്പെക്റ്റേഷൻസ് തോന്നിയില്ല. എന്നാലും 2 സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പ്രതീക്ഷകളും നല്ല പ്രതീക്ഷകളായിരുന്നു. ഡയറക്ടറിൻ്റെ ഇതിൻ്റെ മുന്നത്തെ പടങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നിയിട്ടുണ്ട്. ഡയറക്ടറാണ് ഏറ്റവും വലിയ പടത്തിൽ. ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്കയുടെ ഇടയ്ക്കുള്ള ചില കോമഡി ഡയലോഗ്സ് മാത്രമാണ് സിനിമയിൽ കുറച്ച് ക്ലിക്കായിരിക്കുന്നത്. ബാക്കി ഫസ്റ്റ് ഹാഫ് വളരെ ആവറേജ്. സെക്കൻഡ് ഹാഫ് ആവട്ടെ അതിലും മോശം. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുള്ള സിറ്റുവേഷനിലായിപ്പോയി. ഇത്രയ്ക്കും ടോപ്പ് നോച്ച് ആക്ടേഴ്സ് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ ഇവർക്ക് പോലും ഈ സിനിമയെ രക്ഷിക്കാനായില്ല. കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ മോശമായിരുന്നു. നയൻതാരനൊക്കെ എന്തിനോ എടുത്ത പോലെ, ഒരു കാര്യമില്ലാത്ത ക്യാരക്ടർ. സത്യം പറഞ്ഞ നയൻതാര വെറും കളവിയാണ് ഇതിൽ കാണുന്നത്. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ആക്ട്രസോടെ വയസ്സ്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ നിങ്ങളുടെ റിസ്കിൽ പോയി കാണുക. ഞാൻ ഈ സിനിമയ്ക്ക് 5ൽ 2 റേറ്റ്. നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.